അദ്ദേഹത്തിന് ഒരാഴ്ച കഴിഞ്ഞാൽ BMW അവിടെ ഇല്ലേ? ആ കമ്പനി പോവുക, അവിടുന്ന് പൂട്ടിപ്പോവുക. അതല്ലെങ്കിൽ ഇവിടെ തന്നെയുണ്ടല്ലോ ആ BMW കാറുകൾ. ഇവിടെ ആൾക്കാർക്ക് ഇവിടെ പാർലമെൻറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ കയറ്റിയിട്ട് പാർലമെൻറ്റ് ചുറ്റും ഒരു റൗണ്ട് അടിച്ചാൽ പോരെ. എന്നാൽ ഇതൊക്കെ മാറ്റിയിട്ട്, ഈ കമ്പ് കണയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ നേരെ ഒന്ന് പോയിട്ട് അവരോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ച് നോക്കി. അവർ പറയും. കേരളത്തിലെ പല MP-മാർ പോലും, കോൺഗ്രസ് MP-മാർ പോലും രഹസ്യമായി പറയുന്നുണ്ട് മൂപ്പരിവിടെ ഉണ്ടാകണം എന്നായിരുന്നു. ഇത്രയും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ പാർലമെൻറ്റിൽ നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകണമെന്നുള്ള കാര്യത്തിൽ ആ പാർട്ടിയിൽ തന്നെ രണ്ടഭിപ്രായമില്ല. നിങ്ങൾ കോൺഗ്രസ്സുകാരോട് ചോദിച്ചു നോക്ക്. ഉത്തരേന്ത്യയിലെ പല കോൺഗ്രസ്സുകാരും പറഞ്ഞു എവിടെയാണ് മൂപ്പർ പോയിരിക്കുന്നത്? മൂപ്പറെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഇവിടെ ഈ ആൾക്കാർ രാവും പകലും ഇരുന്നിട്ട് ഈ ബില്ലിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ അവിടെ മേഴ്സഡസ് എന്താണ്, ഏത് വണ്ടിയാണ്, BMW മോട്ടോർ ബൈക്ക് പരിശോധിക്കുന്നു, കാറിൽ കയറി പരിശോധിക്കുന്നു. അദ്ദേഹത്തിന് ഒരാഴ്ച കഴിഞ്ഞാൽ BMW അവിടെ ഇല്ലേ? ആ കമ്പനി പോവുക, അവിടുന്ന് പൂട്ടിപ്പോവുക. ഇന്ത്യയിലുള്ള കമ്പനിയൊന്നുമല്ലോ പെട്ടെന്ന് പൂട്ടിപ്പോകാൻ വേണ്ടി, അവിടുത്തെ കമ്പനിയല്ലേ. ആ കമ്പനി ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് വീണ്ടും ആ കാറിൽ കയറാമല്ലോ. അതല്ലെങ്കിൽ ഇവിടെ തന്നെയുണ്ടല്ലോ ആ BMW കാറുകൾ. ഇവിടെ ആൾക്കാർക്ക് ഇവിടെ പാർലമെൻറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ കയറ്റിയിട്ട് പാർലമെൻറ്റ് ചുറ്റും ഒരു റൗണ്ട് അടിച്ചാൽ പോരെ. എന്നാൽ ഇതൊന്നും ഞാൻ പറയണതല്ല, ഇത് കോൺഗ്രസ്സിലെ പ്രധാനപ്പെട്ട MP-മാർ ഞങ്ങളോട് പങ്കുവെച്ച കാര്യമാണ്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു വിവാദം ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞാൽ അല്ല, ഞാനിപ്പോൾ അതിലേക്കൊന്നും പോക്കില്ല. എൻ്റെ ഒരു ഒറ്റ അഭിപ്രായമുള്ളൂ, നിങ്ങൾ കോൺഗ്രസിൻ്റെ സമന്വിതരായ നേതാക്കന്മാരോടും MP-മാരോടും ചോദിച്ച് നിങ്ങൾ സ്വന്തം നിലയ്ക്കൊരു അഭിപ്രായം സ്വരൂപിക്കുക. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അനിവാര്യമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഇത് കോൺഗ്രസിൻ്റെ ആഭ്യന്തരകാരിയല്ലേ. എന്താ കാരണം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് വേണ്ടിയിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചത് ഇടതുപക്ഷമല്ല. ആദ്യത്തെ ചോദ്യം ഉന്നയിച്ചത് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ DMKയുടെ നേതാവാണ് ചോദിച്ചത്. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു എന്നുള്ളത്. പിന്നെ നേരത്തെ തീരുമാനിച്ച പരിപാടിയാണെന്ന് പറയരുത്. എന്താ കാരണം വെച്ചാൽ, ഇന്ത്യയുടെ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ കലണ്ടർ പരിശോധിക്കുന്ന ഒരു എത്ര കാലമായി രണ്ടു കൊല്ലം കൊണ്ട് തനിക്കറിയില്ലോ ഇവിടുത്തെ വിന്റർ സെഷൻ എപ്പോഴാണ്? അതെന്താ രാഹുൽ ഗാന്ധിക്ക് അറിയാതെ പോയത്? കേരളത്തിലെ പല MP-മാർ പോലും, കോൺഗ്രസ് MP-മാർ പോലും രഹസ്യമായി പറയുന്നുണ്ട് മൂപ്പരിവിടെ ഉണ്ടാകണം എന്നായിരുന്നു. നിങ്ങൾ പോയി ചോദിക്കുക. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതൊക്കെ മാറ്റിയിട്ട്, ഈ കമ്പ് കണയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ നേരെ ഒന്ന് പോയിട്ട് അവരോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ച് നോക്കി. അവർ പറയും, ഉള്ള കാര്യം പറയും. പക്ഷേ നിങ്ങൾ ഈ ഫോണിലൊന്നും എടുക്കരുത്. നിങ്ങൾ ഈ സ്റ്റിങ് ഓപ്പറേഷൻ നടത്താതെ മനസ്സ് തുറന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു 6 ഡസൻ MP-മാർ അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു. അതായത് മൂപ്പർ ഉണ്ടായിരിക്കണമെന്ന്, മൂപ്പർ പാർലമെൻറ്റിൽ ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഉണ്ടായിരിക്കണമെന്ന് വേണ്ടേ? പ്രതിപക്ഷ നേതാവ് വേണ്ടേ? ഞാൻ ഈ ഒരു ആഴ്ചത്തെ സംഭവവാസങ്ങൾ നോക്ക്. അതായത് പ്രതിപക്ഷം പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന 3 ബില്ലുകൾ ദോശ ചുട്ടെടുക്കുന്ന പോലെ അതിലെ ചുട്ടെടുത്തത്. ഇപ്പം രാഹുൽ ഗാന്ധിയെപ്പോലെ ജനപ്രീതി ഇൻവെർട്ടർ കോമ ഉള്ള ഒരു നേതാവ് ഈ പ്രതിപക്ഷത്തെ നയിക്കുന്ന രീതിയിൽ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണം എന്താണെന്നറിയോ? ഇതൊരു പദവിയാണ് ആൾക്കാർ സ്വാഭാവികമായിട്ട് വാർത്ത ക്ഷണിച്ച് വരുത്തുന്നത്, അല്ലേ? പദവിയല്ലേ? ഇപ്പം ഞാനെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എനിക്കൊരു പദവി ഉണ്ടെങ്കിലാണ് ആ പദവിയാണ് വാർത്തയ്ക്ക് വരുന്നത്. അദ്ദേഹം ഈ തെരുവിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ, ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ലോകത്തിലെ എത്രയോ രാജ്യങ്ങൾ ഉറ്റുനോക്കി അവിടെ നടപ്പിലാക്കിയൊരു പദ്ധതിയാണ്. അതായത് ഗ്രാമീണ രംഗത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ഒരു രാജ്യം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയായി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പ്രതിപാദിച്ചൊരു പദ്ധതിയാണ് അമർത്യ സെൻ ഉൾപ്പെടെയുള്ള. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.